പുള്ളിക്കിപ്പോൾ നമുക്ക് 10 മണിക്കാണ് ബുള്ളറ്റിനെങ്കിലും ഒരു 8 മണിയാകുമ്പോഴേക്ക് വെർ ഇസ് മൈ ക്യൂ ഷീറ്റ് എന്നും ചോദിച്ചിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ ആയിട്ടില്ല, അവിടെ തിരുവനന്തപുരത്ത് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓ വൈ യു ഹാവ് ടു ഡു ദിസ് ഇൻ ടൈം. ജിൽസിക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ കഴിയും ഈ കയ്യക്ഷരത്തിലുള്ള പേപ്പറുകൾ എടുത്തു വെച്ചിട്ട് വായിച്ച് ഒരു തെറ്റുമില്ലാതെ. തെറ്റെന്തായാലും വരും, തെറ്റുകളുണ്ടാവും. അങ്ങനെ അത് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതായി. ടെൻഷൻ കാരണം നിൽക്കാൻ വയ്യാണ്ട് ഒരു 10 മണി വരെയൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കേ അറിയുള്ളൂ ജിൽസി. 10 മണിക്ക് ഇത് അപ്പോഴേക്കാണ്, അതിനിടയിലാണ് ഒരു വിവരം വന്നത്. ഈ കംപ്ലീറ്റ് ഈ ചടങ്ങിൽ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ നിൽക്കാതെ PM ചെയ്ത് മടങ്ങും. അദ്ദേഹത്തിന് എന്തോ തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹം മടങ്ങും, പിന്നെ ബാക്കിയുള്ളവരെ ഉണ്ടാവും. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റിലീഫായി. ഒരാളെങ്കിലും പോയല്ലോ. മലയാള വാർത്താ മാധ്യമ ചരിത്രത്തിലെ ആദ്യ വാർത്താ വായനയ്ക്ക് 30 ആണ്ട് തികയാണ് ഈ സെപ്റ്റംബർ 30-ന്. ഫിലിപ്പീൻസിലെ സുബിക് ബേയിൽ നിന്ന് ആദ്യ വാർത്താ സംപ്രേഷണം നടക്കുമ്പോൾ അന്ന് ഈ വാർത്താ അവതാരണത്തിലൂടെ ചരിത്രത്തിൽ ഇടം നേടിയ അവതാരകൻ വാർത്തകളുടെ ലോകത്ത് തന്നെ സജീവമായുണ്ട്. മീഡിയ വൺ എഡിറ്റർ ശ്രീ പ്രമോദ് രാമൻ. സാർ, ഇനി ഒരു കാര്യം പറയട്ടെ. അന്നത്തെ വാർത്താ അവതരണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടിരുന്നു. പക്ഷേ അത് സാറാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എനിക്ക് തോന്നുന്നു പുതിയ വിദ്യാർത്ഥികൾക്ക് എഴുതി വെച്ച് കൊടുക്കേണ്ടി വരും, ഇത് പ്രമോദ് രാമനാണ് ആദ്യ മലയാളത്തിലെ വാർത്താ അവതാരകൻ. ഒരു 25 വയസ്സ് അന്ന്. 25 വയസ്സൊക്കെയാണ്. ഈ നമ്മളിപ്പോൾ ഈ പറയല്ലേ പുതിയ ഭാഷയിൽ ഈ അപരാധം പറയും, അത് ഞാൻ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ന്യൂസ് റീഡിംഗ് ആണെന്നോ ഒന്നും പറയാനില്ല. അതായത് അത് ഇന്ത്യയിൽ തന്നെ സ്വകാര്യ ചാനലുകളിലെ വാർത്താ സംപ്രേഷണത്തിലെ ആദ്യത്തെ വാർത്താ അവതരണമാണ്, അത് സംശയമില്ല. പക്ഷേ അതിനു മുമ്പ് ദൂരദർശൻ ഉണ്ടായിരുന്നു. ദൂരദർശനിൽ ഇഷ്ടംപോലെ അവതാരകരൊക്കെ ഉണ്ട്. ഇപ്പോൾ ദൂരദർശനിൽ ഉണ്ടായിരുന്ന 1-2 പേര് പിന്നീട് മലയാളം വാർത്താ സ്വകാര്യ ടെലിവിഷനിലേക്ക് വന്നു. മായ ശ്രീകുമാർ ഏഷ്യാനെറ്റിൽ തന്നെ വന്നിരുന്നു. പിന്നീട് അളകനന്ദ വന്നു. അളകനന്ദ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ആ നിലയ്ക്ക് വാർത്താ അവതാരകരെന്ന് ജസ്റ്റ് കാഷ്വൽ ന്യൂസ് റീഡേഴ്സ് എന്ന രീതിയിൽ വന്നതാണ്. പക്ഷേ നമ്മളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പോഴാണ് ഈ ജേർണലിസ്റ്റുകൾ തന്നെ ഇതിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. മലയാളത്തിൽ ജേർണലിസ്റ്റായിട്ടുള്ള ആദ്യത്തെ വാർത്താവതാരകൻ ഞാൻ തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തത്സമയ സംപ്രേഷണത്തിലൂടെ സ്വകാര്യ ടെലിവിഷൻ രംഗത്ത് വാർത്ത അവതരിപ്പിക്കുന്നത് ഞാനാണ്. ഞാൻ പറയുന്നത് അത് അന്ന് വളരെ അന്ന് നമുക്കതത്ര അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എല്ലാം ചികഞ്ഞ് പരിശോധിക്കുമ്പോഴാണ് അറിയുന്നത്. അക്കാലത്ത് അതിന് മുമ്പ് വാർത്ത വന്നിരുന്നത് സീ ന്യൂസിലായിരുന്നു. സീ ന്യൂസ് പക്ഷേ അവരുടെ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ലൈവ് ആയിരുന്നില്ല. അവർ ഇവിടുന്ന് വാർത്ത അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇവിടുന്ന് ലൈവ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്, അപ്ലിങ്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർ ഇവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് അത് ബാങ്കോക്കിലേക്ക് ബാങ്കോക്ക് അങ്ങ് ഹോങ്കോങ് ആണ് സംതിങ്ങിലേക്ക്, അവിടേക്ക് അയച്ചിട്ട് അവിടുന്ന് വീണ്ടും അപ്ലിങ്ക് ചെയ്യണം. അപ്പോൾ അത് ലൈവ് ആയിരുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ലൈവായിട്ട് ആദ്യത്തെ അതെ ടെലിവിഷനിൽ സ്വകാര്യ ടെലിവിഷനിലൂടെ ആദ്യത്തെ വാർത്ത അവതരിപ്പിച്ചത് ഇന്ത്യയിൽ. മിക്കവാറും PSCക്കൊക്കെ പഠിക്കേണ്ടി വരും. എനിക്കറിയില്ല, അത് അന്ന് ആലോചിച്ച് നോക്കൂ ജിൽസി. അത് ഞാൻ ആലോചിക്കുന്നതല്ല സാർ, നമുക്ക് വാർത്ത വായിക്കുമ്പോൾ വലിയ ടെൻഷനാണ്. എന്തായാലും ആദ്യ വായനയാണ്, അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കാണും, നമ്മൾ തെറ്റാതെയൊക്കെ വായിക്കണം, അങ്ങനെ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവില്ലേ? അല്ല, അത് സംശയമില്ലല്ലോ. അത് അക്കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വാർത്താ അവതരണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു കാര്യമല്ല. അത് പിന്നെ ഒന്ന് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ആകെ മാതൃക എന്ന് പറയുന്നത് ദൂരദർശനാണ്. അപ്പം ഞങ്ങൾ ഈ ആദ്യകാലത്ത് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെയൊക്കെ സമയത്ത് ഇങ്ങനെ അത് തുടങ്ങാമെന്നുള്ള ആദ്യമായിട്ട് തുടങ്ങുകയാണല്ലോ മലയാളത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുടെ ഇടയിൽ നമുക്ക് ഈ വാർത്ത അവതരിപ്പിക്കാൻ വേണ്ടി ആരാണ് നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടോ? ഇന്നിപ്പോൾ നോക്കൂ എത്ര പേരാണുള്ളത്. അന്ന് നോക്കിയപ്പോൾ ആരുമില്ല. കാരണം ദൂരദർശനിൽ നിന്ന് ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നോക്കുമ്പോൾ വെച്ചാൽ ആകാശവാണിയിൽ നിന്ന് റിട്ടയർഡായ പ്രതാപൻ സാറുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അതെ, വാർത്താ അവതാരകനായിരുന്നു. രാമേന്ദ്രനും പ്രതാപനുമായിരുന്നു, 2 പേരായിരുന്നു. അതിൽ പ്രതാപൻ സാറ് വന്നിട്ട് ഞങ്ങൾക്കൊരു ക്ലാസ്സൊക്കെ എടുത്തായിരുന്നു. പ്രൊനൗൺസിയേഷൻ്റെ ഒക്കെ ഒരു സംഗതിയൊക്കെ പുള്ളി പറഞ്ഞു തന്നൊക്കെ ആയിരുന്നു. അതല്ലാതെ വേറെ ഒരു കോച്ചിങ്ങും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് ഇത് തുടങ്ങുകയാണ്. അപ്പോൾ അന്നത്തെ നമ്മൾ വിചാരം എന്ന് വെച്ചാൽ ഈ ദൂരദർശനിലെ പോലെ തന്നെ വായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അന്ന് ചെയ്തു തുടങ്ങിയത്. മഹാബോറായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല സാർ. എന്തായാലും പക്ഷെ അതിനകത്തെ നമുക്ക് സാറിന് ഓർമ്മയുണ്ട് ആദ്യ വാർത്ത ഏതാ വായിച്ചതെന്ന്? അന്ന് വെച്ചാൽ ആ സമയത്ത്, അതായത് 95 ആണല്ലോ, 95 ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്
ഞങ്ങൾ അവിടെ എത്തി. അത് നമ്മൾ ഫിലിപ്പീൻസിലെ എന്ന് പറഞ്ഞല്ലോ, സുബിക് ബേയിൽ വെച്ചാണ്, അവിടെയാണ് ഇത് സംപ്രേഷണം ആരംഭിച്ചത്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഞങ്ങളൊരു ഓണക്കാലത്ത് അവിടെ എത്തുന്നത്, പിന്നെ ഓണത്തിന് തൊട്ട് മുമ്പേ. അപ്പോൾ ഓണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നമ്മളിവിടെ സംവിധാനം ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം, ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഒരു ദിവസം അത് കൊടുക്കാമെന്ന് ശശികുമാർ സാർ പറയുന്നു. അങ്ങനെ ഞങ്ങളത് കൊടുത്തിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പേരുകളാണ്. പിന്നെ വാർഡിൽ നിന്നയാൾ ജയിച്ചു, മറ്റേ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു പേരുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു വാർത്തയാണ്, വേറെ വിഷ്വലോ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സാധനം അന്ന് പിന്നെ വായിച്ചിരുന്നു, അന്ന് അവതരിപ്പിച്ചത്. തെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് സാറ് വിളിച്ച് പറഞ്ഞു, എൻ്റെ അടുത്ത് ശശികുമാർ സാറ് വിളിച്ചു പറഞ്ഞു, മുഴുവൻ പേരുകളായിരുന്നു അല്ലേ പ്രമോദ് എന്ന് പറഞ്ഞു. അതെ സാർ, മുഴുവൻ പേരുകളായിരുന്നു. ഈ പേരുകൾ മുഴുവൻ വായിച്ചു വന്നപ്പോൾ നമുക്ക് പ്രയാസമായിരുന്നു. അത് സാരമില്ല, നമുക്ക് ഇനി കുറെ കൂടി ശരിയാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെയാണ് 95 സെപ്റ്റംബർ 30 ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അങ്ങനെ അന്നത്തെ വാർത്താവതരണം ഞാനും NK രവീന്ദ്രനുമാണ് അവതാരകരായിട്ട് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് അന്നത്തെ വാർത്താവതരണം എൻ്റെ തലയിൽ വന്നു, എൻ്റെ ചുമതലയിലായി, ഞാനാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനമായി. അപ്പോൾ വൈകുന്നേരം 7:30 എന്ന് പറയുന്ന സമയമാണ്. 7:30 എന്ന് പറഞ്ഞാൽ സുബിക് ബേയിൽ അത് ശരിക്കും ഫിലിപ്പീൻസിലെ സമയം അനുസരിച്ച് അത് 10 മണിയാണ്, രാത്രി 10 മണിയാണ്. അപ്പോൾ ഈ രാത്രി 10 മണിക്കാണ് അവിടെ ഇരുന്നിട്ട് ഞാൻ ആദ്യത്തെ വാർത്ത അവതരിപ്പിച്ചത്, ഇവിടെ 7:30-ക്ക്. പക്ഷേ അപ്പോൾ ആദ്യമൊന്നും നമുക്ക്, കാരണം വെച്ചാൽ ഞങ്ങൾ ട്രയൽ ബുള്ളറ്റിൻ സിസ്റ്റം പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്യാമെന്നുള്ള ഒരു ധാരണയായിരുന്നു. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് ഈ ഒരു സംഗതി വരുന്നത്. ഏതാണ്, അവിടെ വലിയ ഹാളിൽ ഇത് ആദ്യത്തെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളാണെന്ന് തോന്നുന്നു പഴയ. പിന്നെ ആ ഹാളിൽ വെച്ചിട്ട് വലിയ സദസ്സിന് മുമ്പിൽ ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അവിടെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി PM സെയ്ദ് വന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു സ്ക്രീനിൽ വരും. അപ്പോൾ ഞാനിത് അവതരിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് ഇത് വന്നത്. അപ്പോൾ ആദ്യം വാർത്ത അവിടെ നിന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണെന്നല്ലോ, ഇത് വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ അങ്ങനെ സത്യത്തിൽ അത് ആലോചിക്കുമ്പോൾ ഒരു തമാശയുള്ള എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ ഓഡിയൻസിന് മുമ്പിലാണല്ലോ നമ്മളിത് ചെയ്യുന്നത് എപ്പോഴും. അത് നമ്മൾ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു വലിയൊരു പരിപാടി നടത്തി അവിടെ വെച്ചാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ടെൻഷനൊക്കെ തുടങ്ങി. രാത്രി 10 മണിക്കാണല്ലോ നമ്മൾ ഏതാണ്ടൊക്കെ റെഡി ആയ ഒരു 8 മണിയാണ്. കാരണം വെച്ചാൽ അന്നൊക്കെ വാർത്ത എന്ന് പറയുന്നത് നമുക്ക് വേണം പിന്നെ സംസാരിക്കാം അതിനെക്കുറിച്ച്. പെട്ടെന്ന് എല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചത്, അല്ലാതെ ഒന്നും ലൈവോ കാര്യങ്ങളോ മാറ്റോ ഒന്നുമില്ല. അതെല്ലാം തയ്യാറാക്കി വെച്ച റൺഡൗൺ അനുസരിച്ച് ഒന്ന് വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് എല്ലാം റെഡിയായി കഴിയുമ്പോൾ എനിക്ക് ടെൻഷൻ കാരണം നിൽക്കാൻ വയ്യാണ്ട് ഒരു 10 മണി വരെയൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കേ അറിയുള്ളൂ ജിൽസി. 10 മണിക്ക് ഇത് അപ്പോഴേക്കാണ്, അതിനിടയിലാണ് ഒരു വിവരം വന്നത്. ഈ കംപ്ലീറ്റ് ഈ ചടങ്ങിൽ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ നിൽക്കാതെ PM സെയ്ദ് മടങ്ങും. അദ്ദേഹത്തിന് എന്തോ തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹം മടങ്ങും, പിന്നെ ബാക്കിയുള്ളവരെ ഉണ്ടാവും. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റിലീഫായി. ഒരാളെങ്കിലും പോയല്ലോ. ഒരാളെന്ന് വെച്ചാൽ മന്ത്രി എങ്ങ് പോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ കുറേ പേരൊക്കെ പോവുമല്ലോ, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസമായി. അങ്ങനെ അതിൻ്റെ ഒരു ബലത്തിലാണ് അന്ന് അവിടെ ഇരുന്നിട്ട് വാർത്ത വായിച്ചത്. അന്ന് പേപ്പറിലാണ് നോക്കിയത്, ടെലിപ്രോംപ്റ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അതായത് തിരുവനന്തപുരം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയാൻ കഴിയില്ല, മെയിൻ ചാനലിൽ തന്നെയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരത്തുള്ളൊരു അവിടെ നമ്മുടെ ആയുർവേദ കോളേജിനടുത്തൊരു വാടക കെട്ടിടത്തിലാണ്, റോസ് കോട്ടേജ് എന്ന് പറയുന്ന വാടക കെട്ടിടത്തിലാണ് ഈ ഡെസ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ പേപ്പറുകളിൽ എഴുതി തന്നെയാണ്. കാരണം മിക്കവാറും ആളുകൾ ഈ പ്രിൻ്റിൽ നിന്ന് അവിടെ വന്നിട്ട് ജോയിൻ ചെയ്യായിരുന്നു. പ്രിൻറ്റിലായിരുന്നു മിക്കവാറും ജേർണലിസ്റ്റുകളൊക്കെ അവിടെ ജോയിൻ ചെയ്തവരൊക്കെ നേരത്തെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ പ്രിൻറ്റിൽ നിന്നുള്ള ആളുകൾ വന്ന് അത് അവർക്ക് പേപ്പറിൽ എഴുതിയാണ് ശീലം, പേപ്പറിൽ തന്നെ എഴുതുന്നു. അത് അന്ന് കമ്പ്യൂട്ടറൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ആരും യൂസ് ചെയ്യില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു യൂസേജിനെ കുറിച്ചൊന്നും അത്രയൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളാരും തന്നെ ഉപയോഗിച്ചിട്ടില്ല ആ സമയത്തൊന്നും. അപ്പോൾ ഇത് കൊണ്ടൊന്ന് എഴുതിയിട്ട് അവരവരുടെ കൈയക്ഷരത്തിലാണ് ഈ പറയുന്ന നമ്മുടെ അവിടെയുള്ള സുഹൃത്തുക്കളുടെ കൈയക്ഷരത്തിൽ അത് അങ്ങോട്ട് ഫാക്സ് ചെയ്യും. അപ്പോൾ ഈ ഫാക്സ് ആയിരുന്നു ഏറ്റവും വലിയ ഒരു ടെക്നോളജി. ഫാക്സ് അവിടെ കിട്ടിയിട്ട് ഈ ഫാക്സ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ ഫാക്സ് പേപ്പർ ഇങ്ങനെ ഒന്ന് എടുത്തു വെച്ചിട്ട് ഒരു ഓർഡർ അനുസരിച്ച് വെക്കുമല്ലോ, ആ റൺഡൗൺ ഓർഡർ അവിടെ നിന്ന് തരും. ആ ഓർഡർ അനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നീക്കാൻ പ്രയാസമാവും, വായിച്ചിട്ടേ നിൽക്കുമ്പോൾ സ്ലിപ്പ് ഏതെങ്കിലുമൊക്കെ ചിലത് അതിൻ്റെ കൂട്ടത്തിലങ്ങ് പോയി കളയും. അതുകൊണ്ട് ഞങ്ങളൊരു സംഗതി കണ്ടുപിടിച്ചു, കുറച്ച് ഹാർഡ് പേപ്പർ കൂടി വാങ്ങിയിട്ട് അതിനകത്ത് സ്റ്റേപ്പിൾ ചെയ്തിട്ട് വെക്കുക, അപ്പോൾ നീക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഈ പറയുന്ന സകല ആളുകളുടെയും കൈയക്ഷരത്തിലുള്ള നമ്മുടെ മരിച്ചുപോയ രവിവർമ്മയൊക്കെ ഉണ്ട്, രവിവർമ്മ ദശാമനിലൊക്കെ നേരത്തെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.
പുള്ളിയുടെയൊക്കെ കൈയക്ഷരം എന്ന് വെച്ചാൽ വായിക്കാന്ന് ചില പറഞ്ഞാൽ ഡോക്ടറുടെ കുറിപ്പടി എഴുതിയതുപോലെയൊക്കെയുള്ള ചിലത് അങ്ങനെയായിരിക്കും, ചിലത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഒരു പയസ്സൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പയസിൻ്റെ ഒക്കെ കൈയക്ഷരം വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതുപോലെ. അപ്പോൾ മാറ്റി എഴുതുവോ? ഇല്ലില്ല, അത് തന്നെ എഴുതാ, സമയം കിട്ടില്ല അതിനൊന്നും മാറ്റി എഴുതാനൊന്നും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ വായിക്കും. അപ്പോൾ അതുകൊണ്ട് ജിൽസിക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ കഴിയും ഈ കൈയക്ഷരത്തിലുള്ള പേപ്പറുകൾ എടുത്തു വെച്ചിട്ട് വായിച്ച് ഒരു തെറ്റുമില്ലാതെ. തെറ്റെന്തായാലും വരും, തെറ്റുകൾ ഉണ്ടാവും. അങ്ങനെ അത് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതായി. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വാർത്ത എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിന് കുറേ കൂടി ഒരു ആ നിലയ്ക്ക് ആലോചിച്ച് പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ പേപ്പറുകൾ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുമായിരുന്നു. അതിൻ്റെ ഓവർ ദ ടോപ്പ് ടെലിപ്രോംപ്റ്റർ പോലും ഉണ്ടായിരുന്നില്ല. ദൂരദർശനിലെ അക്കാലത്ത് അതെങ്കിലും ഉണ്ടായിരുന്നു. ഇതതുമില്ല. നമ്മൾ പേപ്പർ തന്നെ നോക്കിയിട്ട് ക്യാമറയിലേക്ക്, അതും ക്യാമറ ഒരു കുഞ്ഞു ക്യാമറയായിരുന്നു ഉണ്ടായിരുന്നു. നമ്മൾ ഇത് താഴേക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ക്യാമറ പോലും കാണില്ല. പിന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് വിദേശത്ത് നിന്നാണ് അല്ലേ? കാരണം ഇന്നൊക്കെ നമ്മളൊരു വിദേശ യാത്രയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കും. പക്ഷെ അക്കാലത്തൊക്കെ ഒരു വിദേശ യാത്ര വലിയ സംഭവമായിരുന്നു. ഞാൻ ആദ്യമായി ഫ്ലൈറ്റ് കയറുന്നത് മദ്രാസിൽ നിന്ന് സിംഗപ്പൂരിലേക്കും അവിടുന്ന് ഫിലിപ്പീൻസിലേക്കും അവിടുന്ന് സുബിക് ബേയിലേക്കും പോകാൻ വേണ്ടിയാണ്. അങ്ങോട്ട് സത്യത്തിൽ പോവാന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് ഇന്നിപ്പോൾ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഭയങ്കര അത്ഭുതകരമായിരിക്കും. ആർക്കും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം. അതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് അപ്ലിങ്ക് പറ്റില്ലായിരുന്നു. സ്വകാര്യ ചാനലുകൾക്ക് ഇവിടുന്ന് വാർത്ത തയ്യാറാക്കാം, പക്ഷെ അത് ഇവിടുന്ന് അപ്ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അവിടുന്ന് വേണം അപ്ലിങ്ക് ചെയ്യാൻ. അത് എല്ലാം പ്രോഗ്രാംസ് ഉൾപ്പെടെ എല്ലാം ആണ് കേട്ടോ. നമ്മളിവിടുന്ന് സിനിമ പ്രോഗ്രാംസൊക്കെ ടേപ്പുകളിലാക്കിയിട്ട് അത് പിന്നെ ഫിലിപ്പീൻസിലേക്ക് അയക്കുമായിരുന്നു അന്ന് ചെയ്തിരുന്നത്. ആദ്യം തുടങ്ങിയിരുന്നത് ഏഷ്യാനെറ്റ് ആദ്യം തുടങ്ങിയിരുന്നത് റഷ്യയിലായിരുന്നു, മോസ്കോയിലായിരുന്നു. അവിടുന്ന് അപ്ലിങ്ക് സ്റ്റേഷൻ സുബിക് ബേയിലുള്ള ഈ സ്ഥലത്തേക്ക് മാറ്റി. അവിടെയാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെയാണ് ബാക്കിയെല്ലാം പ്ലേ ചെയ്യുന്നത്. നമ്മുടെ MCR അവിടെയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് MCRും PCRും ഒക്കെ അവിടെയായിരുന്നു. ഡെസ്ക് മാത്രമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ MCRലേക്ക് ഇത് മുഴുവൻ ടേപ്പുകളായിട്ടാണ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലൈവ് തുടങ്ങാൻ വേണ്ടി അവിടെ ഒരു PCR കൂടി സെറ്റ് ചെയ്തു. PCR സെറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ആ സ്റ്റുഡിയോയിൽ ഒരു ഫ്ലോറും PCRും അതിൻ്റെ മറ്റ് സിസ്റ്റംസും എല്ലാം തന്നെ ഈ അവിടുത്തെ ഈ ലാറി റിസർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സായിപ്പിൻ്റെ ആയിരുന്നു. അയാളുടെയാണ് ഈ പിന്നെ സുബിക് ബേ സാറ്റലൈറ്റ് സിസ്റ്റംസ് SBSSI എന്ന് പറയുന്ന ആ വലിയ സ്ഥാപനം അയാളുടെ ആയിരുന്നു. ഒരു മലയുടെ മുകളിലായിരുന്നു. അവിടെ വെച്ചാണ് നമ്മൾ തുടങ്ങാൻ തീരുമാനിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാനും NK രവീന്ദ്രനും നീലൻ സാർ അന്ന് ഞങ്ങളുടെ പിന്നെ ചീഫ് ന്യൂസ് എഡിറ്ററായിരുന്നു. അദ്ദേഹവും പിന്നെ അതുകൂടാതെ ഒരു ടെക്നീഷ്യൻ തമിഴ്നാട്ടിൽ നിന്നുള്ള യുവരാജ് എന്ന് പറയുന്ന ടെക്നീഷ്യനും കൂടിയാണ് ആദ്യം പോകുന്നത്. പിന്നീട് ഒരു ടെക്നീഷ്യൻ കൂടി വരുന്നുണ്ട്. പക്ഷേ അവിടെ തന്നെ ഞങ്ങൾ 4 പേരും കൂടി തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ യുവരാജ് മലയാളം അറിയില്ല, തമിഴനാണ്. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് കേട്ടിട്ടൊക്കെയാണ് വിഷ്വൽ പ്ലേ ചെയ്യുക, ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. അല്ലാതെ പുള്ളിക്ക് അതൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ എഡിറ്റേഴ്സിന് നമുക്ക് ഏൽപ്പിക്കാമല്ലോ, എഡിറ്റേഴ്സ് എഡിറ്റ് ചെയ്ത് തരുമല്ലോ. പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് കംപ്ലീറ്റ് എന്നിടത്ത് പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ വേണം ചെയ്യിക്കാം. മലയാളം അറിയാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ റൺ ഡൗൺ എന്നാണ് പറയുക, അന്നത് ക്യൂ ഷീറ്റ് എന്നാണ് പറയുക, ക്യൂ ഷീറ്റ്. അപ്പോൾ ഒരു സ്വീഡൻകാരനായിട്ടുള്ള ഒരു സാഹിബ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ പിന്നെ ഡയറക്ടറായിട്ട്, സ്റ്റുഡിയോ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളിക്കിപ്പോൾ നമുക്ക് 10 മണിക്കാണ് ബുള്ളറ്റിനെങ്കിലും ഒരു 8 മണിയാകുമ്പോഴേക്ക് വെർ ഇസ് മൈ ക്യൂ ഷീറ്റ് എന്ന് ചോദിച്ചിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ ആയിട്ടില്ല, അവിടെ തിരുവനന്തപുരത്ത് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വൈ യു ഹാവ് ടു ഡു ദിസ് ഇൻ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നമ്മളെ അതൊക്കെ. അപ്പോൾ നോക്കുമ്പോഴേക്കെന്ന് വെച്ചാൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ക്യൂ ഷീറ്റ് കിട്ടിയാൽ മതി. നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം ഒരു ധാരണ വെച്ചാൽ ഒരു ക്യൂ ഷീറ്റ് പുള്ളി കൊടുക്കും. പുള്ളിക്ക് സമാധാനം. എന്നിട്ട് ഇത് അവസാനമാകുമ്പോഴേക്കും നമ്മൾ മാറ്റേണ്ടി വരുമല്ലോ. മാറ്റി കഴിഞ്ഞിട്ട് ഫൈനൽ ക്യൂ ഷീറ്റ് നമ്മൾ പിന്നെ പുള്ളിക്ക് അവസാനം കൊടുക്കും. പുള്ളിക്ക് കിട്ടിയിട്ട് എന്ത് കാര്യമാണ്, ഇവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇവിടുത്തെ ഒരു കാര്യവും പുള്ളിക്ക് മനസ്സിലാവില്ല. പുള്ളി അത് പിടിച്ച് അവിടെ ചുമ്മാ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്തൊരു ബന്ദിയാക്കപ്പെട്ട അനുഭവമൊക്കെ അതെന്താണെന്നറിയോ പിന്നെ ജിൽസി, അതിൽ ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയല്ലോ, ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് നമ്മൾ വിദേശത്ത് പോകുന്നു, അവിടുന്ന് ഇത് ചെയ്യുന്നു. അന്നേരത്തൊന്നും നമ്മളുടെ മനസ്സിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യവും സംഗതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് പിന്നെ വലിയൊരു ഭാവിയിൽ ഇതൊരു വലിയ സംഭവമായി മാറാൻ പോകുന്ന ഒരു സാധനമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നത് സദ്വാർത്ത എന്നുള്ള പത്രത്തിൽ, ആ പത്രം ഏകദേശം പൂട്ടാൻ തുടങ്ങിയ സമയത്താണ് നമ്മൾ മറ്റൊരു ജോലി അന്വേഷിക്കുക. അപ്പോൾ CL
തോമസ് ചേട്ടനെന്ന് ഞാൻ വിളിക്കും. നമ്മുടെ ഇവിടുത്തെ മീഡിയ വണ്ണിൻ്റെ നേരത്തെ എഡിറ്ററായിട്ടുണ്ടായിരുന്ന തോമസ് ചേട്ടനൊക്കെ അവിടെ ജോയിൻ ചെയ്തു. ഇത് ഏഷ്യാനെറ്റിൽ ഓൾറെഡി ജോയിൻ ചെയ്തത് നീലൻ സാറ്, തോമസ് ചേട്ടൻ അവരൊക്കെ. അവരുമായിട്ട് ആലോചിച്ചിട്ടാണ് അവിടേക്ക് പുതിയ വേക്കൻസീസ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു സബ് എഡിറ്ററായിട്ട് പോയതാണ്. അല്ലാതെ ഞാൻ വാർത്താവതാരകനായിട്ട് അവിടെ പോയതല്ല. ഒരു സന്ദർഭത്തിൽ ഈ നമ്മുടെ മനിലയിലേക്ക് അയക്കാൻ അല്ലെങ്കിൽ ഫിലിപ്പീൻസിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ച 3 പേരിൽ ഒരാൾ റിസൈൻ ചെയ്തു പോയി. അപ്പോൾ റിസൈൻ ചെയ്ത് പോയ ആൾ പിന്നീട് വലിയ ഒരു ജേർണലിസ്റ്റായി മാറുന്നത് രാജേഷ്, വലിയ ഔട്ട്ലുക്കിൻ്റെ ഒക്കെ എഡിറ്ററായിട്ട് മാറുന്നത്. വീക്കിലായിരുന്നു ഉണ്ടായിരുന്നു. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരാളെയും കൂടി അങ്ങോട്ട് വിടണമല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ അവിടെ ഒരു ചെറിയൊരു സ്ക്രീനിങ് പോലെ നടത്തി. അപ്പോൾ നീലൻ സാർ പറഞ്ഞു പ്രമോദും കൂടി ഒന്ന് വായിച്ചുകൊണ്ട്. ഞാനപ്പോൾ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരാൾ ഇത് വാർത്ത വായിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ്, ഒരു ലുക്കും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മോശമായിരിക്കില്ലേ, അത് ചെയ്യില്ലല്ലോ. എന്നിട്ട് വാർത്ത എന്നോട് വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് വായിച്ചു. എനിക്കെന്താ വെച്ചാൽ ഭാഷയിൽ അന്നേ നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളൊരു ഉച്ചാരണത്തിലൊക്കെ ഒരു താല്പര്യം കാരണം. അങ്ങനെ അത് ശശി സാറ് കണ്ടപ്പോൾ ശശി സാറ് പറഞ്ഞു പ്രമോദിനോട് വിടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. പോയി കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിത് തുടങ്ങുമ്പോഴൊക്കെ ഈ വാർത്തയുടെ ഒരു ഡ്രൈ ആയിട്ടുള്ള സംഗതിയാണ്. വിഷ്വൽ അധികം ഉണ്ടാവില്ല. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വിഷ്വൽ അയച്ചിട്ട് വേണം, ടേപ്പിൽ അയച്ചിട്ട് വേണം അവിടെ വിഷ്വൽ കിട്ടാൻ, അല്ലാതെ വിഷ്വൽ കിട്ടില്ല. പിന്നെ റോയിറ്റേഴ്സ് എന്നൊക്കെ തരുന്ന വിഷ്വലും ഒക്കെ വെച്ചിട്ട് വാർത്ത ചെയ്തു. ഇതൊരു ഘട്ടം എത്തിയപ്പോൾ അപ്ലിങ്ക്, ഇപ്പോൾ ജിൽസി പറഞ്ഞില്ലേ അവിടുന്ന് ബന്ദി നാടകം പറയണം. അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് സിംഗപ്പൂരേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഏഷ്യാനെറ്റ്. സിംഗപ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ന്യൂസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം പോലും അതിന് തടസ്സപ്പെടാതെ നോക്കണം പരമാവധി എന്നുള്ളതാണല്ലോ. അതിനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞങ്ങളുടെ യുവരാജ് അങ്ങോട്ട് പോയി, ടെക്നീഷ്യൻ. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ഏകദേശം അവിടുത്തെ പിന്നെ ജൂനിയർ ടീമിനെ കൊണ്ടൊക്കെ ടെക്നീഷ്യൻസിനെ കൊണ്ടൊക്കെ വാർത്ത ഏതാണ്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവരാജ് പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇവരിത് അറിയരുത്, കാരണം ഇവർക്ക് പിന്നെ ഇത് വലിയ നഷ്ടമാണല്ലോ ഇവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ. അത് അറിയാതെ നമ്മൾ നോക്കിയതായിരുന്നു. പക്ഷേ എങ്ങനെയോ ലാറി റിസർ ഇത് അറിഞ്ഞപ്പോൾ പുള്ളിയുടെ മകനൊരു ജൂനിയർ റിസർ ഉണ്ട്, ജൂനിയർ റിസർ എന്നാണ് പുള്ളിയെ പറയുക, ജൂനിയർ റിസർ. അതെ. അപ്പോൾ പുള്ളി ഇതറിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഒരു അരഗൻ്റ് ആയിട്ടുള്ളൊരു കക്ഷിയായിരുന്നു. പുള്ളി വന്നിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി, നിങ്ങളവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം, ഞങ്ങൾക്ക് ഒരുപാട് കുടിശ്ശിക പണം കിട്ടാനുണ്ട്, അതുകൊണ്ട് അത് കിട്ടുന്നവരെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, നിങ്ങളെ ഇവിടുന്ന് പുറത്തേക്ക് വിടില്ലെന്നാണ്. ഞങ്ങൾ ആ സ്റ്റുഡിയോയിൽ പിന്നെ ഞങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്കുണ്ടോ നമ്മുടെ ഫാക്സും കട്ട് ചെയ്തു, ഫോണും കട്ട് ചെയ്തു. ഫൈനലി അവസാനം മാത്രം ഒരു കോളാ മറ്റോ ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് ന്യൂസ് ഡെസ്കിലേക്ക്. ഞങ്ങളപ്പോൾ അവിടെ വിളിച്ച് പറയും ചെയ്തു. പിന്നെ ശശി സാറിനെ കിട്ടുന്നില്ല. പിന്നെ അന്ന് നമ്മുടെ ചീഫ് മാനേജറായിട്ട് TK വിഭാകറായിരുന്നു, വിഭാകറിന് കിട്ടുന്നില്ല. അപ്പോൾ വിഭാകറിന് ഒരു ഘട്ടത്തിൽ വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അവിടെ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, ഞങ്ങളുടെ വിസയാണെങ്കിൽ തീരാനും പോവുക, കുറച്ച് ഒരു 2-3 ദിവസം മാത്രമേ പിന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 തൊട്ടടുത്ത ദിവസം അങ്ങനെ എക്സ്പയർ ആവാൻ പോവുകയാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, അവിടെ പെട്ടുപോയെന്നെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിടിച്ചു പിടിക്കുന്ന സമയത്ത് ഈ അവിടെ ഇങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചാനൽസ്, ഇന്ത്യൻ ചാനൽസ് അപ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ATN എന്ന് പറയുന്നൊരു അന്നുണ്ടായിരുന്ന ഒരു ചാനലാണ്, ഇപ്പോൾ അതില്ല. ATN എന്ന് പറയുന്ന ഈ ഹിന്ദി പാട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു, ചന്ദ്രു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒരു കമ്മ്യൂണിക്കേഷനും ഒന്നുമില്ലാതെ. വൈകുന്നേരം ആയപ്പോൾ ചന്ദ്രു എന്ത് വെച്ചാൽ ഞങ്ങളുടെ റൂമിലേക്ക് വന്നിട്ട് ചന്ദ്രു പറഞ്ഞു നിങ്ങളിങ്ങ് വാ, നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രു സൂത്രത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളെ ഒരു ബാക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ വണ്ടി എടുത്തിട്ട് ഞങ്ങളങ്ങ് വിട്ടു. ഞങ്ങൾ പോയി. പിന്നെ അന്ന് രാത്രി അവിടെ ഞങ്ങളുടെ റൂമിൽ തന്നെ നിന്നു. ഞങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചാൽ പിറ്റേ ദിവസം ഏറ്റവും വെളുപ്പിന് ഞങ്ങൾ പിന്നെ ടാക്സി പിടിച്ച് ഞങ്ങൾ പിന്നെ സുബിക് ബേ മനിലേക്ക് വിട്ടു. നേരെ മനില എയർപോർട്ടിലേക്ക് വിട്ടു. അവിടുന്ന് ഫ്ലൈറ്റും പിടിച്ച് ഞങ്ങൾ പോകുന്നു. ആ മനില എയർപോർട്ടിൽ നിന്ന് കഷ്ടി ഒരു കോള് ചെയ്യാൻ പറ്റി. അന്ന് ഞങ്ങളുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന പെസോ എന്നാണ് ആ റൂപ്പീസ് എൻ്റെ പേര്. അത് വെച്ചൊരു കോള് ഡെസ്കിലേക്ക് കൊടുത്തു. ഞങ്ങളെങ്ങനെ പുറപ്പെടുന്നുണ്ട് എന്നുള്ളത് മാത്രം കൊടുത്തിട്ട് ഞങ്ങളങ്ങ് പോകുന്നു. അപ്പോൾ ലാറിക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടാണ്. ലാറിക്ക് നഷ്ടം ഉള്ളിയോ ഇല്ല. പിന്നെ അത് എങ്ങനെയോ തീർത്തു തോന്നുന്നു. ആ കുടിശ്ശിക പിന്നീട് ഏഷ്യാനെറ്റ് എങ്ങനെയോ തീർത്തു. പിന്നെയാണ് സിംഗപ്പൂരിലേക്ക് വന്നത്. അങ്ങനെ അവിടെ എത്തിയതും ഒരു വലിയ സംഭവമാണ്. അത് ഞാൻ ജിൽസിക്ക് അറിയുമെന്ന് അറിയില്ല. അതായത് ഈ മനിലയിൽ നിന്ന് പിന്നെ സുബിക് ബേയിലേക്ക് ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് അതൊരു ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരുന്നു. അല്ലാതെ ഫ്ലൈറ്റ് ഇല്ല അങ്ങോട്ട്.
അല്ലാതെ ഫ്ലൈറ്റില്ല. അപ്പം ഞങ്ങൾ പോയത് ചാർട്ടേഡ് ഫ്ലൈറ്റില്ല. ഞാൻ, നീലൻ സർ, വിഭാകർ, പിന്നെ യുവരാജ്, പിന്നെ രവി, ഞങ്ങൾ ഈ 5 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേരും കൂടിയില്ല, പിന്നെ അതിൻ്റെ പൈലറ്റും. സത്യത്തിൽ ഞങ്ങൾ കുറേ യാത്ര ചെയ്തു. അത്രയും യാത്ര ഉണ്ടായിരുന്നില്ല ആ ദൂരം. കുറേ യാത്ര ചെയ്ത് വഴി തെറ്റി. പിന്നെ അന്ന് കാലാവസ്ഥയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ പൈലറ്റ് നമ്മളോട് പറയുന്നത്, കഷ്ടി നമ്മൾ രക്ഷപ്പെട്ടു. ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പറയുന്നത് കഷ്ടി നമ്മൾ രക്ഷപ്പെട്ടാണ്. അപ്പം വിഭാകരനോട് മാത്രം പുള്ളി അവിടെ ഇരുന്ന് പറഞ്ഞിരുന്നു, ഇതിനുള്ളിലിരുന്നിട്ട് വഴി തെറ്റിപ്പോയി എവിടെയൊക്കെയോ ചെന്നിടിച്ച് ഇല്ലാതാവേണ്ടതായിരുന്നു. എന്തായിരുന്നു സ്ഥിതി? ഇതിന്റെ ഒരു രക്തസാക്ഷി എന്ന നിലയിൽ നിങ്ങൾ എല്ലാ കാലത്തും അന്നും ഓർമ്മിക്കപ്പെട്ടേനെ ഈ ചരിത്രം എന്ന് പറഞ്ഞിട്ട്. അതാണ്. അപ്പോൾ അതൊന്നും പിന്നെ വീട്ടിലൊന്നും നമ്മൾ ആ സമയത്തൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് അങ്ങനെയാണ് സിംഗപ്പൂരേക്ക് വരുന്നത്. അങ്ങനെ വർഷങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ മലയാള വാർത്താ മാധ്യമ ചരിത്രം അങ്ങനെ കുറേ സഞ്ചരിച്ച് 10-30 വർഷമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ അന്ന് ഇതിനൊക്കെ കാരണഭൂതനായതാണല്ലോ. സ്വാഭാവികമായിട്ടും ഇന്നത്തെ മാറ്റങ്ങളെ വാർത്താ അവതരണ രംഗത്ത് എന്താണ് സ്ഫോടനാത്മകമായ മാറ്റങ്ങൾ അല്ലേ അന്ന് നമ്മൾ വായിച്ച വാർത്താ പേജിൽ നോക്കി വായിച്ചതിൽ നിന്നൊക്കെ മാറ്റി അത് അവതരണമെന്നോ അല്ലെങ്കിൽ അഭിനയമെന്നോ ഒക്കെ വരാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്ന ഒരു ഇതിനെ എങ്ങനെയാണ് ട്രാൻസിഷൻ അവതരണത്തിൽ നിന്ന് അഭിനയത്തിലേക്ക് ആ ഒരു ട്രാൻസിഷൻ. എല്ലാവരും കലാകാരന്മാരാണ്, വാർത്താ കലാകാരന്മാരാണ്. അത് സത്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വളരെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് തുടങ്ങിയിട്ട് സിംഗപ്പൂരിൽ എത്തിക്കഴിയുമ്പോഴേക്കും കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ എന്ന് വെച്ചാൽ മോഡോ ഒക്കെ വന്നു. ഫാക്സ് കൂടാതെ മോഡം അങ്ങനെയൊക്കെ പറയാം. പിന്നെ എന്ന് വെച്ചാൽ ടെലിപ്രോംപ്റ്റർ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും സിംഗപ്പൂരെത്തി കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോഴേക്ക് ടെലിപ്രോംപ്റ്ററും വന്നു. അപ്പോൾ ഈ മോഡത്തിൽ ഞങ്ങൾ റിസീവ് ചെയ്യുന്ന ടെക്സ്റ്റ് പിന്നെ ടെലിപ്രോംപ്റ്ററിലേക്ക് നമ്മൾ പകർത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാലും കുറച്ചുകൂടി ഈസിയായി കാര്യങ്ങൾ. പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ ആദ്യത്തെ ഒരു ഇലക്ഷൻ റിസൾട്ട്സ് നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അത് അന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമായിരുന്നില്ല, എണ്ണിയിട്ട്. അപ്പോൾ 3 ദിവസവും 4 ദിവസവും ഒക്കെ ഇതായിരുന്നു. എൻ്റെ അമ്മ പോലും പറയാനുണ്ടോ. അപ്പോൾ ശശികുമാർ സാർ, TNG, സക്കറിയ, ബാബു ഭാസ്കർ സർ, പിന്നെ മറ്റേ നമ്മുടെ മാധവൻകുട്ടി സാർ, VK മാധവൻകുട്ടി സാറ്, പിന്നെ ഏതൊരു ഇവിടുന്ന് കൊൽക്കട്ടയിൽ നിന്നുള്ള ഒരു അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, ഇങ്ങനെ കുറേ പേര് വന്നിട്ട് ഇവരെല്ലാം നിരന്നിരുന്നിട്ട് അന്ന് ചെയ്തു ജിൽസി അവിടെ ഇരുന്നിട്ട്. അതുപോലെ എന്നിട്ട് പലരെയും ഫോണിലാണ് ജ്യോതി ബസുവിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്ന് ആ സമയത്ത് അറിയോ. അത് ശശി സാറിന്റെ ഒരു കോണ്ടാക്ട് ഒക്കെ ജ്യോതി ബസുവിനെ ഫോണിൽ വിളിക്കുന്നു, KR നാരായണൻ ഫോണിൽ വരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഒരു കാലമായിരുന്നു. അവരൊക്കെ വിളിച്ചിട്ട് കിട്ടി, അങ്ങനെയൊക്കെ ഇതൊക്കെ എടുത്തു. അങ്ങനെ ഒരു അത് ഇന്ത്യൻ ജേർണലിസത്തിൽ മലയാളത്തിലാണ് അത് ആദ്യമായിട്ട് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അതിനു മുമ്പൊന്നും അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാജ്ദീപൊക്കെ പറയുന്ന ഒരു വേറൊരു സാധനമുണ്ട്. അവർ NDTV ഒരു ആദ്യം അവർ സ്റ്റാർ ന്യൂസിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ അതിനു മുമ്പ് അവർ ചെയ്തിരുന്ന ഏക സാധനം എന്ന് വെച്ചാൽ ഒരു വേൾഡ് ദിസ് വീക്ക് എന്ന് പറയുന്നൊരു പ്രോഗ്രാമായിരുന്നു. അത് ദൂരദർശനിൽ കൊടുത്തിരുന്ന പ്രോഗ്രാമായിരുന്നു. അങ്ങനെയൊക്കെ ലൈവ് വന്നതല്ലാതെ ഇങ്ങനെ ഒരു സംവിധാനം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. രാജ്ദീപൊക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഈ ലൈവ് മുഴുവനായിട്ടൊരു ഇതിലേക്കൊക്കെ വരുന്നത് പിന്നെയും കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ചുകൂടി മുന്നേറി നമ്മുടെ ഈ ഒരു സംവിധാനം കുറച്ചുകൂടി മുന്നേറി. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അന്ന് ഈ വാർത്തയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് പ്രിൻറ്റിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണത്. അതായത് നമ്മളെല്ലാം കൺഫേം ചെയ്യാതെ, നമുക്ക് ഒരു തരത്തിലും എന്താ പറയുക, നമ്മളൊരു തെറ്റ് വരുത്താതെ, ഒരു കണിക പോലും സംശയിക്കാതെ ഉള്ള വാർത്തകളാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നു. അത് ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് ഇന്ന് എല്ലാവരും കൊടുക്കുന്ന വാർത്തകളിൽ 10-1 പോലും നമുക്ക് അന്നത്തെ കാഴ്ചപ്പാട് വെച്ച് കൊടുക്കാൻ കഴിയില്ല ജിൽസി. അത് സത്യമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനെ സ്ക്രീൻ ചെയ്തു അങ്ങനെ തറലി ചെക്ക് ചെയ്തിട്ടൊക്കെ അല്ലാതെ വാർത്തകൾ അന്ന് കയറുമായിരുന്നില്ല.
അത്രയൊന്നും പോകാൻ ഇന്ന് കഴിയില്ല. ഞാൻ ഇന്നത്തെ സാഹചര്യത്തെ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല. ചില കാരണങ്ങളുണ്ട് അതിന്. ഇപ്പോൾ ഉദാഹരണത്തിന് വെച്ചാൽ പലതും നമ്മളെ കടത്തിവിട്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ സാങ്കേതികത്വം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഇലക്ട്രോണിക് രംഗത്തുണ്ടായിട്ടുള്ള റെവല്യൂഷൻസ് ആൻഡ് പിന്നെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന വലിയ, ഞങ്ങളൊക്കെ ആ തുടങ്ങുന്ന സമയത്ത് ഇൻ്റർനെറ്റ് വളരെ ചെറിയൊരു സാധ്യതയായിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വളർന്നു വന്ന് അത് എത്തിയ ഒരു നോക്കൂ, ഇതുപോലെ തന്നെയായിരിക്കും നമ്മളൊരു 10-30 വർഷം വീണ്ടും കഴിഞ്ഞിട്ട് AI സംവിധാനത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അപ്പോൾ അത് വളർന്നു വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇതിന് വേഗം കൂടി, ആ വേഗം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പലതും ക്രോസ് ചെക്ക് ചെയ്യാന്ന് പറയുന്നത്, ഫൈനലി ക്രോസ് ചെക്ക് ചെയ്യാൻ ലൈവ് കൂടി അല്ലേ. ലൈവിൽ എപ്പോഴും അബദ്ധങ്ങളോ തെറ്റുകളോ ഒക്കെ വരാനുള്ള ലൈവ് വല്ലാതെ കൂടി, എവിടുന്നും എപ്പോഴും എങ്ങനെയും ലൈവ് ചെയ്യാനുള്ള ഒരു ഫേസ്ബുക്ക് ലൈവ് എന്ന് പറയുന്ന സാധനമൊക്കെ ഈസിലി ഇപ്പോൾ നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ചെയ്യാം. പിന്നീട് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലേക്കൊക്കെ പോയി. അപ്പോൾ വാർത്തയെ പഴയ ആ കൺസെപ്റ്റിൽ തന്നെ പിടിച്ചു കെട്ടണം എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും. എന്താ പറയുക, സംശുദ്ധ വാർത്ത എന്നൊക്കെ പറയുന്നതിന് നമുക്ക് അത് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വാർത്തയുടെ ആ ഒരു കാഴ്ചപ്പാട് പാടേ വിടാതെയും ആകാവുന്നത്ര നമ്മൾ കൺഫേം ചെയ്തും ആകാവുന്നത്ര അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, അത് ഒരു ഫാക്ച്വലി അതിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന അവശേഷിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നത് അതിൽ ഒരു ഭാഗമായി നിൽക്കാൻ നമുക്ക് പിന്നെ കഴിയുന്നുണ്ട്, പിന്നെ നമ്മുടെ മീഡിയ വണ്ണും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. നമുക്ക് പാടെ നമുക്ക് യാതൊരു യുക്തിക്ക് നിരക്കാത്തൊരു സാധനമൊന്നും നമുക്ക് അപ്പടിയെടുത്തൊന്നും നമ്മൾ കൊടുക്കില്ല, നമുക്ക് ചെയ്യാൻ. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണെന്നാണല്ലോ പറയുന്നത്. ഈ പറയുന്ന ഈ 30ാം വാർഷികം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ 30ാം വാർഷികം അല്ലേ, ഏഷ്യാനെറ്റ് വാർത്തയുടെ 30ാം വാർഷികം. മറ്റൊരു ചാനലിലിരുന്ന്, ഒരു കോമ്പറ്റീറ്റീവ് ചാനലിലിരുന്ന് എനിക്കും ജിൽസിക്കും ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നു അല്ലേ. നമ്മൾ ഒരു മറയും വെക്കുന്നില്ല. അത് ഏതെങ്കിലും ഒരു ചാനലാണെന്നോ അവരുടെ പേര് പറയാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ശരി, ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് ശരി, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതും ശരി. പക്ഷേ ഏഷ്യാനെറ്റ് എന്ന ചാനൽ ഇന്ത്യയിലെ ആദ്യത്തെ ആ നിലക്കുള്ള ഒരു ചാനലാണ് എന്നുള്ളത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ സത്യം നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇപ്പോൾ സാധിക്കുന്നത് മീഡിയ വണ്ണിൽ മാത്രമായിരിക്കും. അതാണ്. വേറെ ഏതെങ്കിലും ഒരു ചാനൽ ഇരുന്നിട്ട് ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു കാലത്തെ ഒരു ഇതിനെക്കുറിച്ച് നമുക്ക് വേറെ ഞാൻ ഉണ്ടെങ്കിൽ പോലും സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ആ ഓപ്പൺനെസ്സും ആ ഒരു നമ്മുടെ എന്താ പറയുക വാല്യൂയിങ് ദി ട്രൂത്ത് എന്ന് പറയുന്ന സംഗതിയും മീഡിയ വണ്ണിനുണ്ട്. അതിൽ അക്കാര്യത്തിൽ ഇതിനെ സൃഷ്ടിച്ച ആളുകളും ഇതിനെ പിന്നെ വളരെ അധ്വാനിച്ച് ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന ആളുകളൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ആയി മാറിയതല്ല. മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സാർ പറഞ്ഞ പോലെ AI കാലത്തൊക്കെ വാർത്താ അവതാരകരുടെ കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഒരു ജിൽസി ഉണ്ടാവും, വേറെ AI ജിൽസി ഉണ്ടാവും. അതായത് ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൊതുവേ TV നമ്മൾ പണ്ട് വായന മരിക്കുകയാണെന്ന് വിലപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സാറ്റലൈറ്റ് മീഡിയകളൊക്കെ പോവുകയാണ്, ഇനി കുറച്ചുകൂടെ ഡിജിറ്റൽ മീഡിയകളിലേക്ക് നമ്മൾ വരികയാണെന്ന് പറയുന്നല്ലോ. അപ്പോൾ ഇനി ഒരു ഭാവിയിലുള്ള സാധ്യത ഒരുപക്ഷെ ഡിജിറ്റൽ മീഡിയകളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും. പിന്നെ ഈ ജേർണലിസ്റ്റിക് അപ്രോച്ച് എന്നൊക്കെ പറയുമ്പോൾ ഈ വാർത്തയൊന്നും കേവലം ജേർണലിസ്റ്റുകൾ മാത്രം ഒതുങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന എല്ലാവരും ജേർണലിസ്റ്റ് ആവുകയും വാർത്ത കൊടുക്കുകയും ചെയ്യുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈ TV-യുടെ ഒക്കെ ഭാവിയിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഡിജിറ്റൽ ഭാവിയിലേക്കല്ലേ നമ്മുടെ ഒരു ഉറപ്പായിട്ടും അല്ലേ, സംശയമേ ഇല്ലത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ മുമ്പൊക്കെ നമ്മൾ ഈ അക്കാഡമികളിലൊക്കെ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ പറയുമായിരുന്നു, എന്താണ് പണ്ടൊക്കെ നമ്മൾ പറയും പത്രവും TV-യും തമ്മിലുള്ള വ്യത്യാസം എന്താ, TV-യിൽ വരുന്നത് പിന്നെ നിങ്ങൾക്ക് വീണ്ടും കിട്ടില്ല, അത് പോയി, അത് ലൈവായിട്ട് അത് പോയി. പത്രത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മറിച്ച് നോക്കി അതിനകത്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇതിപ്പോൾ അർത്ഥമില്ലാത്തതായി. കാരണം വെച്ചാൽ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ TV-യിൽ വരുന്നതെല്ലാം ഡിജിറ്റലിലും ഉണ്ട്. TV-യിൽ എന്ത് പോയി കഴിഞ്ഞാലും അത് ഡിജിറ്റലിലും വരുന്നുണ്ട്. മിക്കവാറും ചാനലുകളുടെ കണ്ടന്റ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കിയിട്ടും തീരുമാനിക്കാം അത് ശരിയായിരുന്നോ തെറ്റാണോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ഒഴിവില്ല. ഇപ്പോൾ അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ ചെയ്ത സാധനം ഓൺ എയറിൽ പോയി അത് ആരും കണ്ടില്ല എന്ന് വിചാരിക്കാൻ കഴിയില്ല. അത് തിരിച്ച് എന്ന് അത് കണ്ടുപിടിച്ച് അതിനകത്തുള്ള കുഴപ്പം പറയാനിപ്പോൾ കഴിയും. അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ ഒരു അഡ്വാൻസ്ഡ് ഇതായിട്ടുള്ള അത് ഡിജിറ്റലിൻ്റെ ഒരു ഇതാണ്. ഡിജിറ്റലിൽ നിങ്ങൾ പിന്നെ അത് അനാദിയായ ഒരു പിന്നെ എന്താ പറയുക അനന്തമായൊരു സ്പേസാണ്. അവിടേക്ക് ഇത് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോകം തന്നെ പോവാണ്. ഇപ്പോൾ പിന്നെ ഹരാരിയൊക്കെ പറയുന്ന സാധനം വെച്ച് മനുഷ്യർ മാറാൻ പോകും. മനുഷ്യരായിരിക്കില്ല, അൽഗോരിതങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ്. മനുഷ്യർ മാറിയിട്ട് ഈ ഹോമോസാപ്പിയൻസ് മാറിയിട്ട്
അൽഗോരിതങ്ങൾ വാഴുന്ന കാലമായിരിക്കും ഇനി വരാൻ പോകാൻ. നമുക്ക് ചിലപ്പോൾ കുറേ വർഷങ്ങൾക്കപ്പുറം നമ്മൾ തിരിച്ചു വന്ന് നോക്കിയാൽ നമ്മളൊക്കെ മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരൊന്നും ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആ കാലത്തും ഇതൊക്കെ ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജിൽസി പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ജേർണലിസ്റ്റുകൾ അല്ലാത്തവരായിട്ട് ആരുമില്ല, അല്ലേ? എല്ലാവരും സ്വയം തലമുറ പുതിയ തലമുറ ഇപ്പോൾ എന്ത് മാർഗം ഉപയോഗിച്ചിട്ട് അതും ഒരു വെല്ലുവിളി ആവുന്നുണ്ട് ജേർണലിസ്റ്റ് ഫോക്കിന്, അല്ലേ? നമുക്ക് പലരും വാർത്ത കൊടുക്കുമ്പോഴും നമ്മൾ കൂടെ അതിന്റെ ഒരു പാവഭാരം ഏറ്റെടുക്കേണ്ടി വരാറുണ്ട്. ഓഫ് കോഴ്സ് അത് പിന്നെ അതിന്റെ പേരിൽ നമ്മൾ വരുന്നുണ്ട്. ഒന്നാമത് ഈ ഡിജിറ്റൽ മീഡിയ യൂട്യൂബ് ചാനലുകൾക്കൊന്നും വലിയ കടിഞ്ഞാണില്ലാത്തത് കൊണ്ട് അവരെടുക്കുന്ന വാർത്തകൾക്കും അവർ നൽകുന്ന കാര്യങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ മൊത്തത്തിൽ മീഡിയ എന്ന രീതിയിൽ ഒരു വഴി നമ്മൾ കൂടെ കേൾക്കേണ്ടി വരുന്നുണ്ട്. ശരിയാ. അതിനെ ഇപ്പോൾ അത് ആ രംഗത്തുള്ളവർ കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ടെലിവിഷൻ തന്നെ ഡിജിറ്റലിലേക്ക് ആ ഒരു കോൺഫ്ലുവൻസ് സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മേ ബി കൺവേർജൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റവർ കുറച്ച് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ലാതെ വാർത്ത കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യുന്നവരൊക്കെ കുറേ കൂടി മാറേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു രംഗത്തേക്കാണ് പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും അല്ലേ, എല്ലാ ന്യൂസ് ചാനലുകളുടെയും ഡിജിറ്റൽ വാർത്ത കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒന്നുമില്ലാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ആളുകൾ ചിന്തിച്ചുകൂടായില്ല. ഈ 30 വർഷത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ചെറിയ കാലയളവൊന്നുമല്ല. ഒരു മനുഷ്യായുസിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി അത് 30 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഒരുപാട് അനുഭവങ്ങൾ. വ്യക്തിപരമായിട്ട് ഈ ഒരു വലിയ ജേണി എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും ജിൽസി, അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ ഒന്നുമില്ല. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പിന്നെ സിംഗപ്പൂരിൽ വന്നതിന് ശേഷം, സിംഗപ്പൂരിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒന്ന് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഏഷ്യാനെറ്റിൻ്റെ വാർത്ത ചിലയിടത്തൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ. ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എന്നെ ഒരാൾ വന്ന് പരിചയപ്പെട്ടത് ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അതുണ്ടാക്കിയ സന്തോഷം എന്തായിരുന്നു! തിരിച്ചറിയപ്പെടുന്നു. ഒരിക്കലും നമുക്കത് മറക്കില്ല. ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നോക്കൂ, നമ്മളിപ്പോൾ അത് എന്താ പറയുക, ഭയങ്കരമായ ആളുകൾ നമ്മളെ തെറി പറയുന്ന അവസ്ഥയിലേക്ക്, ഞാനിപ്പോൾ അതാ പറയുന്നത്. അത് കാര്യം വെച്ചാൽ അത് പല രീതിയിലും ആവാം. പല രീതിയിൽ നമ്മൾ അധിക്ഷേപിക്കുക, നമ്മളെ പല രീതിയിലും നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള പലതരം കാര്യങ്ങൾ, അതൊരു വല്ലാത്തൊരു ചരിത്രമാണ്. നമ്മൾ ഈ 10-30 വർഷത്തെ ചരിത്രമേ എന്ന് വിചാരിച്ചിട്ട് അത് റീസെൻ്റ്ലി ആണ് എന്നുള്ളതുകൊണ്ട് അതിനൊരു ഇതില്ലാതായി ആവുന്നില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നെ ഏഷ്യാനെറ്റിൽ ഏതാണ്ട് 9 വർഷം 10 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വിഷനിൽ വേറൊരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മനോരമയിലെത്തി, മനോരമ ന്യൂസിൽ 10-16 വർഷത്തോളം മനോരമ ന്യൂസിൻ്റെ ഭാഗമായി. അത് കഴിഞ്ഞ് ഞാൻ മീഡിയ വണ്ണിൽ. അപ്പോൾ മീഡിയ വണ്ണിൽ എത്തിയതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് കുറേ കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും ഒക്കെ കഴിയുന്നതും, കുറേ കൂടി നമ്മൾ എന്താ പറയുക, വാർത്തയുടെ ആ അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നത്. നമ്മൾ വാർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ വാർത്തയല്ല, അതിന് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളുടെ ഒരു ഇൻറ്റഗ്രിറ്റി, നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി കൂടി ഉൾപ്പെടുന്നതാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നത് വരുന്നത്. ശരിക്കും പൂർണ്ണമായി ഞാൻ അനുഭവിക്കുന്നത് ഞാൻ മീഡിയ വണ്ണിൽ വന്നതിന് ശേഷം. ഇപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ ഇതിലുമൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യഘട്ടത്തിലെ വീട്ടുകാർക്കൊക്കെ സന്തോഷമായിരുന്നല്ലോ നമ്മളതിന് ടി വിയിൽ വരുന്നു എന്നൊക്കെ. പിന്നെ പിന്നെ അതൊക്കെ പോയി കഴിഞ്ഞിട്ട് സത്യത്തിൽ പിന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉണ്ടാകുന്ന അറ്റാക്കൊക്കെ വീട്ടിലും പലർക്കും വിഷമം ഉണ്ടാക്കുകയും ചെയ്യും ചില സമയത്ത്. പക്ഷേ ഞാൻ പറയും അത് പാർട്ട് ഓഫ് ദിസ് ജോബ്. ലോകത്തിൽ ഈ സമൂഹത്തിൽ പലരും അത് അനുഭവിക്കുന്നുണ്ട്, പല രീതിയിലും ഒക്കെ ഉണ്ട്. നമ്മളതിന് ആ നിലക്ക് കണ്ടാൽ മതി. വൺസ് ഐ എം ഔട്ട്, ഇപ്പോൾ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാതൊക്കെ തീർന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ മാത്രമായിട്ട് സുഖമായിട്ട് നമുക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കാണുക എന്നുള്ളതാണ്, അല്ലാതെ വേറൊന്നുമായിട്ട് കാണേണ്ടതില്ല എന്ന് ഞാൻ അവരോട് എപ്പോഴും പറയും. അങ്ങനെ മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലൊരു ദീർഘമായ ഒരു ഏട് കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ അനാവരണം ചെയ്തത്. അതിലൊരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വേറിട്ട അനുഭവങ്ങൾ, മറക്കാനാകാത്ത അനുഭവങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. അങ്ങനെ ആ യാത്ര അനുസ്യൂതം തുടരുകയാണ്. ഇനിയും ഒരുപാട് കാലം അങ്ങനെ തുടരട്ടെ. ഒരുപാട് കാലമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും താങ്ക് യു ജിൽസി.